അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വികാരത്തിന് ഇത്രയേറെ ശക്തിയുണ്ട് എന്ന് ഫർസാന തെളിയിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ എത്രത്തോളം ഈ വികാരം കൊണ്ട് നീചനാകുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഫർസാന. തൻ്റെ സ്വന്തം പ്രിയപ്പെട്ട ഭർത്താവ് ഷാഹിദ് വിവാഹം കഴിഞ്ഞ് അവരുടെ ജീവിതം സന്തോഷത്തിൽ പോകുന്നുണ്ട്. എന്നാലോ ഫർസാനക്ക് ഇതൊട്ടും തൃപ്തിയുമല്ല. തൻ്റെ ഭർത്താവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി മരണപ്പെട്ട ഭർത്താവിനെയാണ് കൊണ്ടുപോകുന്നത്. സംഭവം നടക്കുന്നത് ജൂലൈ 20 ആശുപത്രിയിലെ അധികൃതന്മാർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ശവശരീരത്തെ മരിച്ച ശരീരത്തെ കൊടന്നിരിക്കുന്നു എന്നുള്ള വിവരം അറിയിക്കുന്നു. ജൂലൈ 20 4:30 മണിക്കാണ് ഈ ഒരു സംഭവം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണെന്ന്, ജീവനൊടുക്കിയതാണ് എന്നാണ്. ജീവനൊടുക്കാനുള്ള കാരണമെന്ത്? ജീവനൊടുക്കാൻ കടബാധ്യതകൾ കുമിഞ്ഞുകൂടിയത് കൊണ്ടാണ് ജീവനൊടുക്കിയത് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് പോലീസുകാർ ചോദ്യങ്ങൾ തുടർന്നപ്പോൾ അവളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോഴാണ് നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി അറിയുന്നത്. കാരണം ഒരു മനുഷ്യനെ ഉറക്കിക്കിടത്ത് എങ്ങനെ കൊല്ലാൻ കഴിയുമെന്ന് ഒരുപാട് സെർച്ച് ചെയ്തിരുന്നു അവൾ. പെട്ടെന്ന് മനസ്സിൽ പോലീസുകാർ പിടികിട്ടി ഇത് യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തതല്ല. കാരണം ഒരാൾക്ക് സ്വയം ഇങ്ങനെ ഒരു മുറിവേൽപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട്. പിന്നെ തുടരമായ ചോദ്യത്തിന് അവസാനം ഫർസാന നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അതിൽ പറഞ്ഞ ഒരു വാക്കാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന വാക്ക്. അതായത് എനിക്കൊരു കാമുകനുണ്ട് എന്നാണ്. ഒരു ശാരീരിക സുഖം എന്തെന്ന് എനിക്കറിഞ്ഞത് എൻ്റെ കാമുകൽ നിന്നാണ്, എൻ്റെ ഭർത്താവ് നിനക്ക് തീരെ കിട്ടിയില്ല എന്ന രീതിയിലാണ്. നോക്കൂ, ഇതിനു വേണ്ടി ഞാൻ കൊന്നു എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരാളും തൃപ്തിയല്ലെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അവരെ ഒഴിവാക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അതിന് പകരമായി ഒരാളെ കൊല്ലുക, ദ്രോഹിക്കുക, എന്നിട്ട് നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പറയാ ആത്മഹത്യ ചെയ്തതാണ് എന്ന്. ഈ പാവപ്പെട്ട ഷാഹിദ് പാവം, ഇവളെ വിശ്വസിച്ച് രാത്രി ഇവൾ അവൻ്റെ ശരീരത്തിന് മുറിവേൽപ്പിച്ച് അവസാനം കൊന്നുകളഞ്ഞു. പിന്നെ ആശുപത്രിയിൽ ഇവൾ തന്നെ കൊണ്ടുപോയി. ആ നാടിനെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇങ്ങനെ എത്രയോ സഹോദരിമാർ ഒരു ഭർത്താവിനെ ഇഷ്ടമല്ലെങ്കിൽ അവരെ ഒഴിവാക്കാനുള്ള പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ ഒഴിവാക്കുന്നതിന് പകരം അവരെ വധിക്കുന്നതും ദ്രോഹിക്കുന്നതും. നോക്കൂ, ഒരു പെണ്ണ് തൻ്റെ വികാരം തീർക്കാൻ വേണ്ടി ഏത് നീചകൃത്യം ചെയ്യുമെന്നതിന് ഒരു തെളിവായി മാറിയിരിക്കുകയാണ് ഫർസാന. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാരെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പാവം ഷാഹിദ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹു ഷഹീദിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായി അറസ്റ്റ് ചെയ്തു. ഏതാവട്ടെ, ആ പാവപ്പെട്ട ഒരു ജീവൻ ഇവിടെ നിന്ന് ഒരു കാരണവുമില്ലാതെ ഒരു കുറ്റവും ചെയ്യാതെ അവസാനം ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടി വന്നു. അല്ലാഹു പൊരുത്തു കൊടുക്കട്ടെ. അറിഞ്ഞും അറിയാതെ നിങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു, ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിൽ എവിടെയാണെങ്കിലും ഒരു മുസ്ലിമീങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ഖേദമുണ്ട്. അല്ലാഹു ദമ്പതികൾക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷം റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.